നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. കൊറിയോഗ്രാഫി കൊള്ളാം, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മ്യൂസിക് ബിറ്റിന്റെ ഇടയിൽ അഭിനയിക്കുകയും ചെയ്തുകൊണ്ട് കറക്റ്റ് ടൈമിൽ പാടി അഭിനയിക്കുക എന്ന് പറയുന്നത് സത്യമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ മുമ്പിൽ പാടിയിട്ട് വേറെ ആരെങ്കിലും അഭിനയിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സോങ്. അത് തന്നെ. പക്ഷെ എനിക്കത് അതായിരിക്കാം അത് വർക്കൗട്ട് ആവാത്തത്. പക്ഷെ നന്നായിരുന്നു, പാട്ട് വളരെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ശ്രീയേട്ടാ, എനിക്ക് ഈ പാട്ടെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് SP വെങ്കടേഷ് സാറിന്റെ അടുത്ത് ഒരു നന്ദി ഇതിലൂടെ പറയാൻ ഒരു അവസരം കിട്ടി. കാരണം ഒരുപാട് പാട്ട് തന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. മാത്രമല്ല അദ്ദേഹം ചെയ്ത എല്ലാം ഒരു കാലയളവിൽ അല്ലേ കുറേ പാട്ടുകൾ ഒരു കാലയളവിൽ എല്ലാം ഹിറ്റായിരുന്നു. തുടർക്കഥ എന്ന് വേണ്ട, കിലുക്കം, മിന്നാരം, ഒരുപാട്. അപ്പൊ ഈ പാട്ടും എനിക്ക് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇത് കൗരവർ എന്നുള്ള സിനിമയല്ലേ, ധ്രുവത്തിലെ ആ ഗാനം എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ, അത് ചിത്രയല്ലേ പാടി. അപ്പം ഈ വക കാറ്റഗറിയിലുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്. അദ്ദേഹത്തിനെ ഈയിടെ ആരും വിളിക്കാറില്ല. പിന്നെ ശരത്തിന് ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ശ്രുതി പോയി. മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ തനിരേ താനീ, ഇങ്ങനല്ലേ ഇത് എല്ലാത്തിനകത്തും മുത്തുമണിത്തൂവൽ തരാ. ഇത്ര നീളത്തിൽ കിടക്കുന്നു. ചില സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ. ഒരു സ്ഥലത്ത് സാറ് പറഞ്ഞ പോലെ ഉണ്ട്. ഞാൻ ശ്രുതി ഒട്ടും നിൽക്കാതെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ സസ്റ്റെയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ തരാ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. മുത്തുമണിത്തൂ മുത്തുമണി മുത്തുമണിത്തൂ മുത്തുമണി മുത്തുമണിത്തൂവൽ തരാ. ഇത്രയും സ്ലോ ആണോ? മുത്തുമണിത്തൂവൽ തരാ. എനിക്കത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. തരാ അത്രയല്ലേ ഉള്ളൂ. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയ ഒരു സംഭവം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ചിത്ര ചേച്ചി ഈ പാട്ടിന്റെ ഒരു വേർഷൻ പാടിയിട്ടില്ലേ ചേച്ചി? ഞാൻ പാടിയതിന്റെ ഹാപ്പി വേർഷൻ. ഹാപ്പി വേർഷൻ. ഓക്കെ. കാതിന്റെ അടപ്പൊക്കെ മാറിയോ? അപ്പം കോൾഡ് ഉണ്ടോ എപ്പോഴും? നേസൽ ടോൺ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഞാനും എഴുതിയിരിക്കുന്നത്. ഇന്ന് കുറച്ച് ഷാർപ്പ് ആവാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം അധികവും ഷാർപ്പ് ആവുന്നുണ്ടായിരുന്നു പല സ്ഥലത്ത്. അത് മാത്രമേ ഞാൻ പ്രോബ്ലമായിട്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കി പാടിയതിനകത്തൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരച്ച കൊള്ളായിരുന്നു. മോന്റെ ഭാര്യയാണ്.